പഠിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അച്ഛൻ തന്നെ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ബെഞ്ചും ഡെസ്കും പണിയിപ്പിച്ചിട്ട് തന്നു. ഇവിടിരുന്ന ഞങ്ങൾ പഠിക്കുന്നത്. അനിയന് ന്യൂമോണിയ ആയിരുന്നു. അവന് തണുപ്പ് പിടിച്ചിട്ട് കുറെ ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ആ ഉരുളി വെച്ചേക്കുന്ന അവിടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിട്ടാ. ഈ ഉരുളിക്കകത്ത് വെള്ളം വീഴാൻ വേണ്ടി വെച്ചേക്കുവല്ലേ? അവിടുന്ന് നല്ലപോലെ പോയിരിക്കുകയാണ്. നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് പടിഞ്ഞാറ് കല്ലടയിലാണ്. നമ്മളെ കാത്ത് ഇവിടെ ഒരാൾ ഇപ്പോൾ ഉണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാവുന്നതാണ്. അവരുടെ സങ്കടം നമ്മളോട് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. വാ. നമസ്കാരം മോളെ. ഈ മൈക്കെന്ന് വെച്ചു. ഇപ്പോൾ ഈ മോളാണ് നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് വരാൻ പറ്റിയില്ല. അന്ന് നല്ല മഴയുള്ള സമയമാണ്, ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. അപ്പോൾ മോളെ, എന്താണ് മോളുടെ ഒരു വിഷമം? ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല് പെട്ടെന്നാണ് വെള്ളം കയറുന്നത്. അകത്തൊക്കെ നന്നായിട്ട് ചോരുന്നുണ്ട്. പലയിടത്ത് കിടക്കാനായാലും മേളിലെ ഇവിടെ ടാർപ്പ് ഇട്ടേക്കുന്നോണ്ടാണ് അകത്തോട്ട് അങ്ങോട്ട് വെള്ളം ഇറങ്ങാത്തത്. അടുക്കളയിൽ ഫുള്ള് അടുപ്പിലായാലും എല്ലാം വെള്ളം വീഴാണ്. എന്തെങ്കിലും വെക്കണമെങ്കിൽ പോലും മഴ പെയ്ത് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മുറ്റത്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല. തെറ്റല, ഭയങ്കര തെറ്റല. ഇറങ്ങി കഴിഞ്ഞാൽ നേരെ വീഴും. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിലെല്ലാം വെള്ളമായിട്ട് ഞങ്ങളിവിടുന്ന് മാറി നിന്നായിരുന്നു. ഇപ്രാവശ്യം ഇപ്പം 2 ദിവസം തോന്നി നിന്നോണ്ടാണ് ഇത്ര ഇറങ്ങിയത്. എങ്കിലും മഴ പെയ്താ അപ്പോഴേ പെരക്കകത്ത് എല്ലാം വെള്ളം കയറാണ്. പിന്നെ ഇവിടെ എല്ലാം പലകയെല്ലാം ഇളകിയൊക്കെ ഇരിക്കുക. പലയിടത്തും മറച്ചും ഒക്കെയാ വെച്ചേക്കുന്നത്. എന്റെ വീട് ഇതാ എന്റെ വീട്. ഇവിടെ വെള്ളം കഴിഞ്ഞ വട്ടം മഴ പെയ്തപ്പം ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഭയങ്കര പേടിച്ചായിരുന്നു ഇവിടെ നിന്നേ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചായിരുന്നു. ഇപ്രാവശ്യം വെള്ളം കയറി ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങോട്ടും പോയില്ല, ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഇന്നലെയും ഇന്നും ഒരു ദിവസം തോന്നി നിന്നുകൊണ്ട് വെള്ളം എല്ലാം ഇറങ്ങി. ഇത് മുഴുവനായിട്ടും പലകയെല്ലാം ഇളകിയിരിക്കുക. ഒന്ന് ചാരി ഇന്ന് കഴിഞ്ഞാൽ അപ്പോഴേ മൊത്തം പൊടിയുന്ന അവസ്ഥയല്ലേ ഇത്. പിന്നെ ഫ്രണ്ടില് അവിടെ പോയിരിക്കുന്നോണ്ടാണ് അവിടെ ആ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് വീടിന് അകത്താണ്. ഈ തൂണൊക്കെ മുഴുവനായിട്ടും പോയിരിക്കുക. അടിവശം കൊണ്ട് മുഴുവനും ഇളകിയിരിക്കുക. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. പിന്നെ ഇപ്പൊ ഇറങ്ങി, ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ ഈ തൂണ് ഫുള്ളായിട്ട് ഇളകിയിരിക്കുക. അതിന് കാറ്റടിച്ചാൽ വീഴുമെന്നുള്ള അവസ്ഥയിലൊക്കെ ഇരിക്കുക. നല്ലപോലെ കാറ്റടിച്ചാൽ അത് വീഴും. ഇവിടെ എല്ലാം ചോരുന്ന ഒരവസ്ഥയാണ്. ഒരു മഴ പെയ്ത ഉടൻ തന്നെ ഇവിടെ മൊത്തം വെള്ളമാവും അല്ലേ? വെള്ളം അവിടെ അകത്തുനിന്ന് വെള്ളം. പഠിക്കുകയൊക്കെ ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അച്ഛൻ തന്നെ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു ബെഞ്ചും ഡെസ്കും പണിയിപ്പിച്ചിട്ട് തന്നു. ഇവിടെ ഇരുന്ന ഞങ്ങൾ പഠിക്കുന്നത്. ഈ മഴയത്ത് ഇത്രയും വെള്ളം കയറിയപ്പോഴും ഇവിടെ ഇരുന്ന് പഠിച്ചു. നിങ്ങൾക്ക് തണുപ്പടിച്ച് പനി പിടിക്കുക, അസുഖങ്ങൾ പിടിക്കുക അങ്ങനെയൊക്കെ? അനിയന് ന്യൂമോണിയ ആയിരുന്നു. അവന് തണുപ്പ് പിടിച്ചിട്ട് കുറെ ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അവനങ്ങനെ തണുപ്പൊന്നും അടിച്ചുകൂടാ. തണുപ്പ് ആഹാരമായാലും ഒന്നും അവന് കഴിച്ചുകൂടാ. ഇവിടെ തന്നെ ഞങ്ങള് തണുപ്പായാലും ഇവിടെ മുഴുവനായിട്ടും ഉള്ളു ഇങ്ങനെ ഇതെല്ലാം പോയി കിടക്കുവാണല്ലേ? ആകെ ഒറ്റമുറി വീടാണ്. ഈ ഒറ്റമുറി വീട്ടിലാണ് ഇവര് അച്ഛനും മോളും മോനും. ഇപ്പൊ ഒരു പ്രായമായ ഒരു മോളിന് ഉണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ഒരു മുറിയെ ഉള്ളെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവരുടെ പൊടിയൊന്നും വീഴാതിരിക്കാനുള്ള സീലിംഗ് ഇതാണ്. അതെല്ലാം പൊളിഞ്ഞിരിക്കും അല്ലേ? അവിടെ എല്ലാം അവിടെ ഇതില്ല, അതുകൊണ്ട് അവിടെ മറച്ചു വെച്ചേക്കുവാ. അവിടുന്ന് അകത്തുനിന്ന് ഒരാൾക്ക് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ നടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാം പോയിരിക്കുക. ഇവിടെ ചാരി നിന്ന് കഴിഞ്ഞാൽ ആ ഭാവം അത്രയും ഇളകി ചെതല്. പിന്നെ എന്നാലും ഇവിടെ കട്ട കെട്ടിയിട്ടൊന്നുമില്ല, മൊത്തം തടി മാത്രമേ ഉള്ളൂ. തടിയും പ്ലൈവുഡ് മാത്രമേ ഉള്ളൂ. അടുക്കള അല്ലേ? ഇത് ഫുള്ള് മേളിതായി. ഇവിടെ നോക്കുമ്പോ തന്നെ കാണാം മുഴുവനായിട്ടും ചോർന്നിട്ട് ഇരിക്കുക. ആ ഉരുളി വെച്ചേക്കുന്ന അവിടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിട്ടാ. ഈ ഉരുളിക്കകത്ത് വെള്ളം വീഴാൻ വേണ്ടി വെച്ചേക്കുവല്ലേ? അവിടുന്ന് നല്ലപോലെ പോയിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം അതിലേക്ക് വീഴാതിരിക്കാനാ. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഇതിലേക്കൂടെ വെള്ളം അകത്തോട്ട് കയറും. ഇവിടെ നിറഞ്ഞ് ഇതിനകത്തോട്ട് വെള്ളം കയറും. ബാക്ക് ഇവിടുന്ന് കയറും. പിന്നെ കതവ് ഇളകിയിരിക്കുക.
ഇവിടെ ഇത് തോടാണോ? ഇത് തോടാ. ഇതിൽ നിന്നാണ് വെള്ളം കൂടുതലും കേറുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറും. ഇവിടെ ഒന്നും ഇറങ്ങാൻ ഒക്കത്തില്ല, മുഴുവനും പായല. ഇറങ്ങിക്കഴിഞ്ഞാ അന്നേരം വീഴും. ആ ഒരു അവസ്ഥയാണ്. ഇഴജന്തുക്കളൊക്കെ മെന്നാന്ന് നോക്കിയപ്പോ ഇവിടെ കുഞ്ഞു പൊളവാൻ കിടപ്പുണ്ടായിരുന്നു. മുഴുവനും വെള്ളമായിരുന്നു. തെറ്റലുണ്ട് നല്ല രീതിയിൽ. ഇവിടുത്തെ ഇതെല്ലാം പോയി കിടക്കുക. ബാക്കിൽ നെറ്റ് ഇട്ടേക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഈ ഇതൊക്കെ ഇഴഞ്ഞു കേറുക ഇതിന്റെ ഇടയ്ക്കൂടെ. ബാക്ക് സൈഡ് ഫുള്ള് പോയി കിടക്കുക. എന്നാലും ഇടയ്ക്കൂടെ മഞ്ഞച്ചേരയും എല്ലാം ഇഴഞ്ഞി ഗ്യാസ് കുറ്റിയുടെ എല്ലാം ഇടയ്ക്ക് കയറിയിരിക്കും. ആ സമയത്ത് മണ്ണെണ്ണ എടുത്ത് ചെറുതായിട്ട് ഒഴുകി. ഇന്നലെ രാത്രി കിടന്നപ്പോ സൈഡിലും ഈ ഇതിനകത്ത് പൊത്താമ്പരയാ. അന്നേരം പൊത്താമ്പര എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടേ ഉള്ളു. അതിനകത്ത് അനക്കം ഉണ്ടായിരുന്നു രാത്രി. കറണ്ട് ഇല്ലായിരുന്നോണ്ട് നല്ലപോലെ അറിയായിരുന്നു അനങ്ങുന്ന. അന്നേരം രാത്രി പേടിച്ചാ കിടന്നേ. പിന്നെ അമ്മ കിടക്കുന്നതിന് ചുറ്റും മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചുകൊണ്ട് കിടന്നുറങ്ങി. ഇവിടൊക്കെയാ കേറിയിരിക്കുന്നത് സാധാരണ. ഇതിന്റെ അടിയിൽ അടച്ചു വെച്ചേക്കുവാ. അത് ഇളകിയിരിക്കുക. ഇതും ഇളകിയതാ. തൽക്കാലത്തെ കാണി അടിച്ച് ഇങ്ങനെ വെച്ചേക്കുവാ. കഴിഞ്ഞ വട്ടം ഇത്ര കുഴപ്പമില്ലായിരുന്നു. പ്രാവശ്യം വെള്ളം കയറിയപ്പം ഇതിനകത്തൂടെ എല്ലാം ഉള്ളിൽ കയറുമായിരുന്നു വെള്ളം. പിന്നെ അടിയിൽ നിന്ന് ഊറ്റിറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഒരു കൊച്ച അടുക്കള എന്ന് പറയുന്നത്. ഈ അടുക്കളയിലാണ് ഇവര് പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത് തടിയില്ലേ ഇവിടെ? ഇത് ചൂട് അടിക്കത്തില്ലേ? ഇത് പോയി ഇളകിയിരിക്കുക. ഇനി ഇത് ഇവിടെ ഒതു കൊടുത്തേക്കോ ചെറുതായിട്ട് ഒരു അടി ഇളകിയിരിക്കുക. സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ വെസ്റ്റ് കല്ലട. 9ാം ക്ലാസ്സിലാണ്. ഇനി 9ാം ക്ലാസ്സിൽ. ഇനി 9ല്. ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂം. ഇതിനുള്ളില് മഴ പെയ്താലും അല്ലേലും എല്ലാം ചേരയാലും ഇഴജന്തുക്കളെല്ലാം കേറിയിരിക്കും. കേറുമ്പോ പലപ്പോഴും പേടിച്ചാ കേറുന്നേ. രാത്രിയിലൊക്കെ ആയാലും ഒന്ന് പോണോന്നുണ്ടെങ്കിലും ഉള്ളിലോട്ട് കേറാൻ പേടിയാ. കാരണം കേറിയിരുന്നാലും സൈഡിലൊക്കെ ഇരുന്നാലും അറിയത്തില്ല. തണുപ്പുണ്ടായോണ്ട് ഉള്ളിലൊക്കെ കേറി ഇരിക്കും. പലപ്പോഴും കേറുമ്പോ പേടിച്ചിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ തന്നെ വലിയൊരു കുഴിയാ. അവിടുന്ന് എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാലും ഭയങ്കര വെള്ളം ആണ്. പിന്നെ ഞങ്ങക്ക് കിണറൊന്നും കുത്താൻ പറ്റത്തില്ല. കുത്തിക്കഴിഞ്ഞാലും നല്ല വെള്ളമൊന്നും കിട്ടത്തില്ല. പിന്നെ പൈപ്പ് കണക്ഷൻ ആണ് ഇപ്പോഴും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. പുറകിൽ നല്ല വെള്ളമുണ്ട്. അവിടുന്ന് എപ്പോഴായാലും വെള്ളം കേറും. ആ ഒരവസ്ഥയിലാ. ഇതെന്റെ അമ്മ, ഇതച്ഛൻ, അനിയനാ. അച്ഛൻ ലോട്ടറി കച്ചവടമാണ്. ഇന്നും പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. പിന്നെ അമ്മ ഒന്നിനും പോകുന്നില്ല. അമ്മയ്ക്ക് വയ്യാത്തേക്കാ. പിന്നെ അവൻ ഇനി 1ാം ക്ലാസ്സിലാ. ഇതാണ് എന്റെ കുടുംബം. ചേട്ടന്റെ കൈ എന്തോ ചെയ്തേ? കോൺക്രീറ്റ് മെഷീൻ. അത് എത്ര വർഷമായി? 11 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലേ? ലോട്ടറി കച്ചവടം. ഇതെങ്ങനെ നമ്മുടെ വസ്തുവാണോ? നമ്മുടെ സ്വന്തം വസ്തു. അപ്പൊ നമുക്കൊരു വീട് വെക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഇല്ല. ഇപ്പൊ മോളിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞോ? ഞാന് നെടുവിള ലോട്ടറി അവിടെ പിന്നെ വിളിച്ച് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അയച്ചായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അമ്മയ്ക്ക് ജോലി വല്ലതും ഉണ്ടോ? ഇല്ല, ഞാനൊന്നിനും പോകുന്നില്ല. ഹൗസ് വൈഫാ. പിന്നെ എനിക്ക് ഇച്ചിരി ശരീരമായിട്ടൊക്കെ ഇച്ചിരി തേയ്മാനത്തിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായത് കാരണം കൊണ്ട് ഇതുവരെ എങ്ങും പോകാൻ തുടങ്ങിയിട്ടൊന്നും ഇല്ല. പിന്നെ കൊച്ചാളിനെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ ഇടയ്ക്ക് ഇട്ടിട്ട് എങ്ങും പോകാനും ഒക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോവുക. അപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു വീടാണ് ഏറ്റവും വലിയൊരു എന്തോന്ന്. കെട്ടുറപ്പുള്ള ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ ഒന്നും ഇല്ലെങ്കിലും പെരയ്ക്കകത്തിരുത്തിയിട്ടായാലും എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയാവുന്ന വെക്കാം. വയ്യാഴികയൊന്നും നമുക്കന്നൊരു പ്രശ്നമാവുന്നില്ല. പക്ഷെ ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ചേട്ടൻ ഈ കൈ വയ്യാതെ ഈ ലോട്ടറിയും കൊണ്ട് പോയാണ് 11 വർഷമായിട്ട് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ കടന്നു പോകുന്നത്. എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ
ഞങ്ങൾക്കൊരു അർഹത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരണം. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു മോളുടെ വീടും മോളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അതായത് ഒറ്റമുറി വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അച്ഛനും അമ്മയും മോനും മോളും അടങ്ങുന്ന ഒരു കുടുംബം ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു പ്രായമായ ഒരു കുട്ടി ഉള്ളൊരു വീട്ടിൽ, പെൺകുട്ടിയുള്ളൊരു വീട്ടിൽ, ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും സഹായിക്കുക. ഇവരുടെ അക്കൗണ്ട് നമ്പരും എല്ലാം നമ്മൾ ഇനി ഇത് കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ പേ നമ്പരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുടുംബം രക്ഷപ്പെടും. ഈ വീടിൻ്റെ അവസ്ഥകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീടാണ്. ഫുള്ള് കട്ടയൊന്നുമില്ല, ഫുള്ള് തടി കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിണറില്ല, അവരെ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ബാത്റൂം നമ്മൾ കണ്ടല്ലോ, 25,000-30,000 രൂപ കൊടുത്ത് ഓരോരുത്തർ ബാത്റൂമുകളൊക്കെ കിട്ടുന്നു, അതും ഭയങ്കര ഹൈടെക് ആയിട്ട്. അപ്പോൾ ഇവരുടെ ഈ അവസ്ഥയൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.